ഇതുവരെ ബി.ജെ.പിക്ക് 400 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞു നടന്നിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നൊരു സൂചന നൽകിയിരിക്കുകയാണ്. നരേന്ദ്രമോദി പറയുന്നത് പ്രകാരം ഇന്ത്യ സഖ്യത്തിന് രാജ്യത്തിൻ്റെ ഭരണം ലഭിക്കുന്നതോടെ 5 വർഷത്തിൽ 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ദക്ഷിണേന്ത്യയെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കുമെന്നാണ് വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം പ്രസംഗിക്കുന്നതെന്നും നരേന്ദ്രമോദി പറയുകയാണ്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് നരേന്ദ്രമോദി ചില ആശങ്കകൾ ഇങ്ങനെ പങ്കുവച്ചത്. നമുക്കറിയാം 370 മുതൽ 400 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞു നടന്നിരുന്ന നരേന്ദ്രമോദി 2 ഘട്ടം മാത്രം കഴിയുമ്പോഴേക്കും ഇങ്ങനെ പ്രതിരോധത്തിലായതിനു പിന്നിൽ ശക്തമായ ഒരു ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉണ്ടെന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എന്നും രാഹുൽ ഗാന്ധിയെ മൈൻഡ് ചെയ്യാതെ ഇന്ത്യ മുന്നണിയെ മുഖവിലക്കെടുക്കാതെ നടന്നിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ മാത്രമേ സമയം കണ്ടെത്തുന്നുള്ളൂ. ഒരു NDA മുന്നണിയേക്കാളും മോദി ഇപ്പോൾ പ്രാധാന്യത്തോടെ കാണുന്നത് ഇന്ത്യ മുന്നണിയെയാണെന്നും തോന്നിപ്പോകും. 2 ഘട്ടങ്ങളിലായി 190 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും കുറഞ്ഞത് 110 മുതൽ 120 സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഈ യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയെ പലതും പറയിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയെക്കുറിച്ച് പറയാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കഴിഞ്ഞ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതുപോലെ ഭാഗികമായി കഴിഞ്ഞ കർണാടകത്തിലെയും എല്ലാ സീറ്റുകളും ഇന്ത്യ മുന്നണി നേടുമെന്ന് പലരും ഉറപ്പിക്കുമ്പോൾ ദക്ഷിണേന്ത്യയെ ഇന്ത്യയിൽ നിന്നും അകറ്റുന്ന തരത്തിൽ പ്രസ്താവന നടത്തി ഉത്തരേന്ത്യക്കാരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. പക്ഷെ അതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനിടയിലാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുമ്പോൾ 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രധാനമന്ത്രിമാരുണ്ടാകുന്ന തരത്തിൽ ഇന്ത്യ മുന്നണി ഭരണം ലഭിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണുള്ളതെന്നാണ് നരേന്ദ്രമോദി ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്. 1 വർഷം 1 പ്രധാനമന്ത്രി എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഫോർമുല എന്നും അവർ 5 വർഷം അധികാരത്തിൽ തുടർന്നാൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ രാജ്യത്ത് വരുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഈ വിലയിരുത്തൽ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. അത്രയ്ക്കും ഐക്യ ചർച്ച ഇന്ത്യ മുന്നണിക്കുള്ളിൽ നടന്നുവെന്നും അവരുടെ ഐക്യമാണ് ബി.ജെ.പിയെയും നരേന്ദ്രമോദിയെയും ആശങ്കപ്പെടുത്തുന്നതെന്നും വളരെ വ്യക്തമായ സൂചനയാണ് മോദി നൽകിയത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കുമെന്നാണെന്നും ഛത്രപതി ശിവജിയുടെ നാടിന് അത് അംഗീകരിക്കാനാകുമോ എന്നും മഹാരാഷ്ട്രയിൽ വെച്ച് നരേന്ദ്രമോദി ചോദിക്കണമെങ്കിൽ അതിനേക്കാളും വലിയ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഭിന്നിപ്പിക്കൽ അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാണ്. ഏതായാലും ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ കേട്ടത്.